Hello everyone, welcome back to my channel Homebook. This is Mimsha. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്ലാസ് കുപ്പികളിൽ എങ്ങനെ പെയിൻറ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ആദ്യം ബോട്ടിൽ മുഴുവനായും ആക്രിലിക് പെയിൻറ് ചെയ്യുക. ഒരു കോട്ട് അടിച്ച് ഡ്രൈ ആയതിനു ശേഷം അതിന് മുകളിൽ ഒരു തവണ കൂടി പെയിൻറ് ചെയ്യുക. അത് നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിന്മേ ഡിസൈൻ ചെയ്യുന്നത്. അക്രിലിക് പെയിൻറ് തന്നെ 3 കളർ എടുത്തിട്ടുണ്ട്: റെഡ്, ബ്ലാക്ക്, വൈറ്റ്. പിന്നെ ഇതുപോലൊരു പേപ്പർ ടാപ്പ് വേണം. ടാപ്പ് ഇതുപോലെ നമുക്ക് ഈ കുപ്പിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിന് ഈ ബോട്ടിലിൽ 2 കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർ മറ്റൊരു കളറുമായി മിക്സായി പോവാതിരിക്കാനും അത് നല്ല നീറ്റിലിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് യൂസ് ചെയ്യുന്നത്. മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുക. ബോട്ടിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം റെഡ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ് നന്നായി ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. ഈ ടാപ്പ് നമുക്ക് അഴിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഗ്രേ കളറാണ് ചെയ്യുന്നത്. ഗ്രേ കളർ കിട്ടാനായിട്ട് കുറച്ചധികം വൈറ്റ് കളർ എടുത്ത് അതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് മാത്രം ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗ്രേ കളറായി കിട്ടും. കളറിലേക്ക് ആവാതെ നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക.
അപ്ലൈ ചെയ്ത പെയിൻറ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് പോകാം. ഇതിന് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് നമ്പർ 1 റൗണ്ട് ബ്രഷ്. അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻ, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. ഇത് ഗ്രേ കളറിന് മുകളിൽ മാത്രമായിട്ട് മുഴുവനായും ചെയ്യാം. ബോട്ടിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ള ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഷോ പീസായി നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റും. പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ കുപ്പികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ഇതുപോലത്തെ പലതരത്തിലുള്ള ബോട്ടിലുകളും. ആദ്യമൊക്കെ പെറുക്കിയെടുക്കാൻ മടിയായിരുന്നു, ആളുകളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പം ആ മടിയൊന്നുമില്ല, അപ്പം കാണുന്നിടത്തു നിന്നൊക്കെ എടുക്കാറുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞ് ബോട്ടിൽ റെഡിയായി. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് വാർണിഷ് അടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോട്ടിലൊന്നും നല്ല നീറ്റായി തന്നെ ഇരുന്നോളും. പൊടിയൊന്നും പറ്റി പിടിച്ചാൽ തന്നെ അത് വാഷ് ചെയ്ത് നല്ല നീറ്റിൽ വൃത്തിയായി തന്നെ ഇരുന്നോളും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.